മഹാരാഷ്ട്രയിലെ ഏറ്റവും മനോഹരവും തിരക്കേറിയതുമായ പൂനെ നഗരത്തിലാണ് ഈ വൈകാരികമായ കഥ ആരംഭിക്കുന്നത്. നഗരത്തിലെ ഏറ്റവും വലിയ പ്രമുഖ വ്യവസായികളിൽ ഒരാളായിരുന്നു മഹേഷ് മെഹ്റ. കോടികളുടെ ബിസിനസ് സാമ്രാജ്യം, നഗരത്തിലെ ഏറ്റവും ആഡംബരം നിറഞ്ഞ ഒരു വലിയ ബംഗ്ലാവ്, വില കൂടിയ കാറുകളുടെ വലിയൊരു നിര, കൂടാതെ ആഗ്രഹിക്കുന്നതെന്തും സ്വന്തമാക്കാനുള്ള സമ്പത്ത്. അങ്ങനെ ഒരു മനുഷ്യന് സ്വപ്നം കാണാൻ കഴിയുന്ന എല്ലാ ഭൗതിക സുഖ സൗകര്യങ്ങളും മഹേഷ് മെഹ്റക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സ്വന്തമായിട്ടുണ്ട്. ഇത്രയധികം പണവും സമൂഹത്തിൽ വലിയ പ്രശസ്തിയും അധികാരവും ഉണ്ടായിരുന്നിട്ടും മഹേഷ് മെഹ്റയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനവും കൺകുളിർമയും നൽകിയിരുന്നത് തന്റെ ഏക മകനായ ആദിത്യ മെഹ്റയെ ഓർത്തായിരുന്നു. ആദിത്യ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരോടും ഇടപഴകുന്ന, ഉയർന്ന വിദ്യാഭ്യാസവും കാര്യപ്രാപ്തിയുമുള്ള തികച്ചും ശാന്ത സ്വഭാവക്കാരനായ ഒരു യുവാവായിരുന്നു. സ്വന്തം പിതാവിനെ പോലെ പണവും പ്രതാപവും മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ച് വലിയ ആളാകാനോ ആഡംബരം പ്രകടിപ്പിക്കാനോ ആദിത്യൻ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു മനുഷ്യന്റെ യഥാർത്ഥ തിരിച്ചറിവും വിലയും അടങ്ങിയിരിക്കുന്നത് അവന്റെ വിനീതമായ പെരുമാറ്റത്തിലും ഉയർന്ന സ്വഭാവത്തിലുമാണ്, അല്ലാതെ അവന്റെ കയ്യിലുള്ള പണത്തിലോ ബാങ്ക് അക്കൗണ്ടിലോ വലിയ അക്കങ്ങളിലോ അല്ല എന്ന് അവൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു. വലിയൊരു കോടീശ്വരന്റെ മകനാണെന്ന യാതൊരുവിധ അഹങ്കാരവും ഇല്ലാതെ സാധാരണക്കാരനായി ജീവിക്കാനാണ് അവൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. മറുഭാഗത്ത് പൂനെ നഗരത്തിലെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു വ്യാപാരിയായ വിനോദ് കപൂർ തന്റെ ഏക മകളായ സിയ കപൂറിനൊപ്പം താമസിച്ചു വരികയായിരുന്നു. സിയ കാണാൻ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി മാത്രമായിരുന്നില്ല, അതിനേക്കാളൊക്കെ ഉപരിയായി ദൈവികമായ ഒരു നല്ല മനസ്സുണ്ടായിരുന്നു അവൾക്ക്. സിയ തന്റെ പിതാവിനോടൊപ്പം ഒഴിവു സമയങ്ങളിൽ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും സന്ദർശനം നടത്തുന്നത് സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരുന്നു. പാവപ്പെട്ട കുട്ടികളുടെ പഠന ചെലവുകൾ സ്വന്തം കൈകളിൽ നിന്നും പണം നൽകി ഏറ്റെടുക്കുക, അനാഥരായ ആളുകളെ സഹായിക്കുക എന്നതെല്ലാം അവളുടെ പ്രധാന ശീലങ്ങളിൽ ഒന്നായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാകാം സിയയെ അടുത്തുനിന്നും അറിഞ്ഞിട്ടുള്ള ഏതൊരാളും അവളുടെ ലളിതമായ ജീവിത രീതിയുടെയും കാരുണ്യ പ്രവർത്തികളുടെയും വലിയ ആരാധകരായി മാറിപ്പോയിരുന്നു. അവളുടെ മുഖത്തെ പുഞ്ചിരിയും പവിത്രമായ മനസ്സും ആരുടെയും ഉള്ളം തൊടുന്നതായിരുന്നു. വിധി മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വളർന്ന ഈ രണ്ട് വ്യക്തികളുടെയും ജീവിത വഴികൾ ഒരു ദിവസം പരസ്പരം കൂട്ടുമുട്ടാൻ പോവുകയാണ്. പൂനെയിലെ പ്രശസ്തമായ ഒരു മാനേജ്മെന്റ് കോളേജിൽ വെച്ച് നടന്ന വലിയൊരു ബിസിനസ് സെമിനാറിനിടയിലാണ് ആദിത്യനും സിയയും ജീവിതത്തിൽ ആദ്യമായി പരസ്പരം കണ്ടുമുട്ടുന്നത്. വളരെ സാധാരണമായ ഒരു പരിചയപ്പെടലിലും ഔപചാരികമായ ചില ബിസിനസ് സംഭാഷണങ്ങളിലുമാണ് അവരുടെ ആ ആദ്യ കണ്ടുമുട്ടൽ ആരംഭിച്ചത്. എന്നാൽ ദിവസങ്ങൾ കടന്നുപോയതോടെ അവർ രണ്ടുപേരും ഫോണിലൂടെയും നേരിട്ടും സംസാരിക്കാനും പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും തുടങ്ങി. തങ്ങളുടെ ചിന്താഗതികളും കുടുംബത്തിൽ നിന്നും ലഭിച്ച നല്ല സംസ്കാരവും ജീവിതത്തെ നോക്കിക്കാണുന്ന രീതികളുമെല്ലാം ഏതാണ്ട് ഒന്നു തന്നെയാണെന്ന് അവർക്ക് വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുകയായിരുന്നു. ബാഹ്യമായ പ്രകടനങ്ങളെക്കാൾ ഉള്ളിലെ നന്മക്കാണ് ഇരുവരും പ്രാധാന്യം നൽകിയത്. ആ തിരിച്ചറിവ് അവരുടെ സൗഹൃദത്തെ ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ ആഴമുള്ളതാക്കി മാറ്റി. ഏതാനും മാസങ്ങൾ കടന്നുപോയപ്പോൾ ആ മനോഹരമായ സൗഹൃദം വളരെ പവിത്രമായ പ്രണയമായി വഴിമാറി. തങ്ങൾ പരസ്പരം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് ഇരുവർക്കും ഉറപ്പായി. തങ്ങളുടെ മക്കളുടെ ഈ ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇരു കുടുംബങ്ങളും അറിഞ്ഞപ്പോൾ ആരും തന്നെ അതിനെ എതിർക്കാൻ തയ്യാറായില്ല. മഹേഷ് മെഹർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, എന്റെ മകൻ ആദിത്യൻ സന്തോഷവാനാണെങ്കിൽ, ഒത്തുചേരുന്നത് നല്ലൊരു കുടുംബമാണെങ്കിൽ എനിക്ക് അതിനേക്കാൾ വലിയ സന്തോഷം ജീവിതത്തിൽ വേറെ എന്താണ് വേണ്ടത്. മറുഭാഗത്ത് വിനോദ് കപൂറും തന്റെ മകളുടെ മുഖത്തെ വലിയ സന്തോഷവും ആദിത്യന്റെ നല്ല സ്വഭാവവും കണ്ട് യാതൊരു മടിയും കൂടാതെ വിവാഹത്തിന് പൂർണ്ണ സമ്മതം മൂളി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ രാജ്യത്തെ മുൻനിര വ്യവസായികളും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്ത് തികച്ചും രാജകീയവും ആഡംബരപൂർണവുമായ ഒരു അന്തരീക്ഷത്തിൽ അവരുടെ വിവാഹം അതിഗംഭീരമായി നടന്നു. വലിയ ആഡംബരങ്ങൾ നിറഞ്ഞ ആ വലിയ വിവാഹ ചടങ്ങിലും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചത് ആദിത്യയുടെയും സിയയുടെയും തികച്ചും ലളിതവും എളിമയുമുള്ളതുമായ പെരുമാറ്റമായിരുന്നു. അങ്ങനെ ഇരു വീട്ടുകാരുടെയും അനുഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും അവർ തങ്ങളുടെ പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് ചുവടുവെച്ചു. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ആദിത്യയുടെയും സിയയുടെയും ജീവിതം ഒരു മനോഹരമായ സ്വപ്നം പോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ജീവിതത്തിലെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആദിത്യ സിയയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അവൾക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കാതെ തന്നെ ചെയ്തു കൊടുക്കുക എന്നത് അവന്റെ ഒരു ശീലമായിരുന്നു. സിയ ആകട്ടെ തന്റെ ഭർത്താവിന്റെ ഓരോ നിമിഷത്തെ സന്തോഷത്തിലും പൂർണ്ണ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവരുടെ സ്നേഹവും പരസ്പര ബഹുമാനവും കണ്ട് രണ്ട് കുടുംബങ്ങളിലെയും മുതിർന്നവർ അളവറ്റ സന്തോഷം അനുഭവിച്ചു. ഇരുവർക്കുമിടയിലെ ദാമ്പത്യം കണ്ടവരാരും അവരെ പ്രശംസിക്കാതിരുന്നിട്ടില്ല. ദൈവം എല്ലാവർക്കും നൽകേണ്ടത് ഇതുപോലൊരു സന്തുഷ്ട ദാമ്പത്യമാണ് എന്നവരെ കണ്ട എല്ലാവരും ഒരുപോലെ വാഴ്ത്തി.
എന്നാൽ ഇത്രയും സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഈ നല്ല ബന്ധത്തിനു മുന്നിൽ വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു അഗ്നി പരീക്ഷയാണ് കാത്തിരിക്കുന്നതെന്ന് ആരും തന്നെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. വിധി അവർക്കായി വലിയൊരു കടുത്ത പരീക്ഷണം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ പിന്നിട്ടപ്പോൾ തങ്ങളുടെ വലിയ ബിസിനസ് തിരക്കുകളിലേക്കും ഉത്തരവാദിത്തങ്ങളിലേക്കും പൂർണ്ണമായി ഇറങ്ങുന്നതിനു മുമ്പ് തങ്ങൾക്ക് മാത്രമായി കുറച്ച് സമയം ചിലവഴിക്കണം എന്നവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് തീരുമാനിച്ചു. ഇതിനായി അവർ യൂറോപ്പിലേക്ക് ഒരു വിനോദയാത്ര പ്ലാൻ ചെയ്തു. തങ്ങൾ രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ അനുസരിച്ച് യൂറോപ്പിലെ മനോഹരമായ പല നഗരങ്ങളും അവർ സന്ദർശിക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരുപാട് നല്ല നിമിഷങ്ങൾ കൂടെ കൂട്ടുകയും ചെയ്തു. ആ യാത്രയിലെ ഒരു രാത്രിയിൽ അവർ താമസിച്ചിരുന്ന വലിയ ആഡംബര ഹോട്ടലിൽ വെച്ച് പ്രമുഖ വ്യാപാരികൾക്കായി സംഘടിപ്പിച്ച ഒരു വിരുന്ന് നടക്കുകയുണ്ടായി. ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ അവർക്കും ക്ഷണമുണ്ടായിരുന്നു. അവിടെയെല്ലാം വളരെ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പാർട്ടി പുരോഗമിക്കവേ അവിടെ വെച്ച് കണ്ടുമുട്ടിയ തന്റെ ബിസിനസ് സുഹൃത്തുക്കളുടെ കടുത്ത നിർബന്ധത്തിന് വഴങ്ങി ആദിത്യ അന്ന് രാത്രി ആവശ്യത്തിലധികം മദ്യം കഴിക്കാൻ ഇടയായി. സിയ ഇത് കണ്ട് അവന്റെ അടുത്തെത്തി പലതവണ തടയാൻ ശ്രമിച്ചെങ്കിലും മദ്യത്തിന്റെ ലഹരിയിലായിരുന്ന ആദിത്യ ഓരോ തവണയും അവളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സിയ, ഇത്രയും ചെറിയൊരു കാര്യത്തിന് നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ ഇതൊക്കെ തികച്ചും സ്വാഭാവികമല്ലേ? നീ കാര്യമാക്കേണ്ട. പാർട്ടി കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി വളരെ വൈകിയിരുന്നു. ഹോട്ടലിലെ ഡ്രൈവർ അവർക്ക് പോകാനുള്ള വലിയ ആഡംബര കാർ സ്റ്റാർട്ട് ചെയ്ത് വാതിൽ പടിയിൽ തയ്യാറാക്കി നിർത്തിയിരുന്നു. എന്നാൽ ഡ്രൈവർ വണ്ടി എടുക്കാൻ തുടങ്ങിയ ഉടൻ തന്നെ ആദിത്യ അവനെ കൈ ഉയർത്തി തടഞ്ഞു. അവൻ തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും കട്ടിയുള്ള ഒരു പിടി പണം എടുത്ത് ഡ്രൈവറുടെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് തികച്ചും ലഹരി നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഇന്ന് രാത്രി ഈ വണ്ടി ഞാൻ തന്നെ സ്വന്തമായി ഓടിക്കും. നീ ഒരു ടാക്സി വിളിച്ച് തനിയെ വീട്ടിലേക്ക് പോയിക്കോളൂ. മദ്യപിച്ച അവസ്ഥയിൽ അർദ്ധരാത്രിയിൽ വണ്ടി ഓടിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല എന്ന ഡ്രൈവർ കൈകൂപ്പി ആദിത്യനെ പലതവണ മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ലഹരിയുടെ പിടിയിലായിരുന്ന ആദിത്യ അവന്റെ വാക്കുകൾക്കൊന്നും യാതൊരു വിലയും നൽകിയില്ല. സിയയുടെ മനസ്സും ഭയത്താൽ വിറക്കുന്നുണ്ടായിരുന്നു. അവൾ കാറിൽ കയറി തന്റെ സീറ്റ് ബെൽറ്റ് ഉറപ്പിച്ചു ധരിക്കുന്നതിനിടയിൽ വളരെ പതുക്കെ ആദിത്യനോട് യാചിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, ആദിത്യ, എനിക്കൊട്ടും സുരക്ഷിതമായി തോന്നുന്നില്ല. രാത്രി വളരെ വൈകിയിരിക്കുന്നു. നീ ദയവു ചെയ്ത് വണ്ടി വളരെ പതുക്കെ മാത്രമേ ഓടിക്കാവൂ എന്നെനിക്ക് വാക്ക് തരണം. ആദിത്യ അവളുടെ ഭയം നിറഞ്ഞ ചോദ്യത്തിനു മുന്നിൽ അപ്പോഴും ഉറക്കെ ചിരിച്ചുവെങ്കിലും ആ ചിരിയിൽ വലിയൊരു അശ്രദ്ധയും ഉത്തരവാദിത്തമില്ലായ്മയും വ്യക്തമായി കാണാമായിരുന്നു. അവൻ വണ്ടിയുടെ ആക്സിലേറ്റർ അമർത്തി അതിവേഗത്തിൽ കാർ മുന്നോട്ട് കുതിപ്പിച്ചു. തന്റെ ഭാര്യയുടെ വാക്കുകളേക്കാൾ അവന്റെ ഉള്ളിലെ അശ്രദ്ധക്കും ലഹരിക്കുമായിരുന്നു ആ രാത്രിയിൽ മേൽക്കൈ ലഭിച്ചത്. വലിയൊരു വിപത്തിലേക്കാണ് ആ യാത്ര ചെന്നെത്താൻ പോകുന്നതെന്ന് അവൻ ആ നിമിഷത്തിൽ അറിഞ്ഞിരുന്നില്ല. ആ ഇരുണ്ട രാത്രിയിൽ യൂറോപ്പിലെ ആ വിജനമായ മലയോര റോഡ് തികച്ചും വിജനമായിരുന്നു. കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ആ വിജനത ആദിത്യന്റെ ഉള്ളിലെ അശ്രദ്ധനായ വേഗതയോട് പ്രിയമുള്ള ഡ്രൈവറെ കൂടുതൽ ധൈര്യശാലിയാക്കി മാറ്റി. അവൻ കാറിന്റെ ആക്സിലേറ്റർ പരമാവധി അമർത്തി. സ്പീഡോമീറ്ററിലെ സൂചി 100 കടന്ന് മുകളിലേക്ക് കുതിച്ചുയർന്നു. വഴിയരികിലെ ദീപങ്ങൾ മിന്നിമറഞ്ഞു പോയിക്കൊണ്ടിരുന്നു. കാറിന്റെ അമിതമായ വേഗതയും വളവുകളിലെ അപകടകരമായ ഡ്രൈവിംഗും കണ്ട് സിയ ഭയം കാരണം വിറച്ചുപോയി. അവൾ സീറ്റിൽ മുറുകെ പിടിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് പലതവണ അവനോട് അപേക്ഷിച്ചു, ആദിത്യ, ദയവു ചെയ്ത് സ്പീഡ് കുറക്കൂ പ്ലീസ്. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. നമുക്ക് എങ്ങോട്ടും വൈകി പോകാനില്ലല്ലോ. പതുക്കെ പോയാൽ മതി. എന്നാൽ ലഹരിയുടെയും വേഗതയുടെയും ലഹരിയിലായിരുന്ന ആദിത്യൻ അവളുടെ അപേക്ഷ ചിരിച്ചു തള്ളിക്കൊണ്ട് പറഞ്ഞു, സിയ, നീ വെറുതെ പേടിക്കാതെ. എന്റെ ഡ്രൈവിംഗിൽ നിനക്ക് വിശ്വാസമില്ലേ? എന്നെ വിശ്വസിക്കൂ, നമുക്കൊന്നും സംഭവിക്കില്ല. ഇതൊക്കെ ഒരു രസമല്ലേ? എന്നാൽ അടുത്ത നിമിഷം ആ റോഡിലെ ഒരു വലിയ വളവ് തിരിഞ്ഞതും ഇരുവരുടെയും ജീവിതത്തെ എന്നും ഇരുട്ടിലാക്കുന്ന ആ ദുരന്തം സംഭവിച്ചു. മുൻപിൽ നിന്നും അമിത വേഗത്തിൽ പാഞ്ഞു വന്ന ഒരു വലിയ കനത്ത കണ്ടെയ്നർ ലോറി റോഡിന്റെ തെറ്റായ വശത്തുകൂടി, അതായത് അവർ സഞ്ചരിച്ചിരുന്ന അതേ ലൈനിലേക്ക് പെട്ടെന്ന് കയറി വന്നു. പെട്ടെന്ന് മുന്നിൽ കണ്ട കൂറ്റൻ ലോറിയെ വെട്ടിച്ചു മാറ്റാൻ ആദിത്യ സർവ്വശക്തിയും എടുത്ത് ശ്രമിച്ചെങ്കിലും കാറിന്റെ അമിത വേഗത കാരണം അവന് വണ്ടിയുടെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. വലിയൊരു ഭയാനകമായ ശബ്ദത്തോടെ കാർ റോഡിന്റെ സൈഡിലെ കട്ടിയുള്ള ഇരുമ്പ് റെയിലിംഗിൽ ഇടിച്ചു തകർന്നു. ആഘാതത്തിന്റെ ശക്തിയിൽ നിയന്ത്രണം വിട്ട കാർ പലതവണ റോഡിൽ മറിഞ്ഞ് അടുത്തുള്ള വലിയൊരു കുത്തനെയുള്ള താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു.
കാറിന്റെ കണ്ണാടികളും ഭാഗങ്ങളും ചിതറിത്തെറിച്ചു. വലിയൊരു സ്ഫോടന ശബ്ദത്തിനു ശേഷം ആ പ്രദേശം മുഴുവൻ കടുത്ത ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയിലായി. കുറച്ചു സമയത്തിനു ശേഷം ആ വഴി കടന്നുപോയ ചില യാത്രക്കാരാണ് തകർന്നു കിടക്കുന്ന റെയിലിംഗും താഴെ കിടക്കുന്ന കാറും കണ്ടത്. അവർ ഉടൻ തന്നെ പ്രദേശത്തെ പോലീസിനെയും അടിയന്തര ആംബുലൻസ് വിഭാഗത്തെയും വിവരമറിയിച്ചു. പോലീസ് എത്തി വളരെ കഷ്ടപ്പെട്ടാണ് ചോരയിൽ കുളിച്ചു കിടന്ന രണ്ടുപേരെയും കാറിനുള്ളിൽ നിന്നും പുറത്തെടുത്തത്. രണ്ടുപേരുടെയും നില അങ്ങേയറ്റം ഗുരുതരമായിരുന്നു. ഉടൻ തന്നെ അവരെ നഗരത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചു. വാർത്തയറിഞ്ഞ് പൂനെയിൽ നിന്നും പതറിപ്പോയ അവസ്ഥയിലാണ് മഹേഷ് മെഹ്റയും വിനോദ് കപൂറും അടുത്ത വിമാനത്തിൽ യൂറോപ്പിലേക്ക് ഓടിയെത്തിയത്. മണിക്കൂറുകളോളം നീണ്ട അടിയന്തര ശസ്ത്രക്രിയകളാണ് ഇരുവർക്കും വേണ്ടി നടന്നത്. ഡോക്ടർമാർ ഓരോരുത്തരായി ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തേക്ക് വന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന ഇരു കുടുംബാംഗങ്ങളുടെയും ശ്വാസം നിലക്കുന്ന അവസ്ഥയിലായിരുന്നു. എല്ലാവരുടെയും കണ്ണുകളിൽ ഭയവും പ്രതീക്ഷയും ഒരേപോലെ നിഴലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ പ്രധാന സർജൻ പുറത്തു വന്ന് മഹേഷ് മെഹ്റയുടെ കൈകൾ പിടിച്ച് വളരെ വിഷമത്തോടെ ആ വാർത്ത അറിയിച്ചു. മഹേഷ് സർ, നിങ്ങളുടെ മകൻ ആദിത്യന്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവൻ അപകടനില തരണം ചെയ്തിരിക്കുന്നു. എന്നാൽ വൻ ദുരന്തം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. കാർ ഇടിച്ചപ്പോൾ ഉണ്ടായ വലിയ ആഘാതത്തിലും ചില്ലുകൾ തുളച്ചു കയറിയതിനാലും അവന്റെ ഇരു കണ്ണുകളുടെയും കാഴ്ച പൂർണ്ണമായും എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അവന് ഈ ലോകം കാണാൻ കഴിയില്ല. ഇതു കേട്ട മഹേഷ് മെഹ്റയ്ക്ക് നിൽക്കുന്ന നിലം ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. അദ്ദേഹം നെഞ്ചത്ത് കൈവച്ച് തളർന്നിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീരൊഴുകി. മറുഭാഗത്ത് സിയക്കും ദേഹമാസകലനം ഗുരുതരമായ പരിക്കുകൾ പറ്റിയിരുന്നു. മറ്റൊരു ICUവിൽ ചികിത്സയിലായിരുന്ന അവൾക്ക് ബോധം വന്ന ഉടൻ തന്നെ സ്വന്തം വേദനകൾ പോലും മറന്ന് അവൾ അവിടെയുണ്ടായിരുന്ന നഴ്സിനോട് വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ച ആദ്യത്തെ ചോദ്യം, എന്റെ ആദിത്യന് സുഖമാണോ? അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നായിരുന്നു. തന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയൊരു ത്യാഗത്തിന്റെ തുടക്കമായിരുന്നു ആ സമയം. സിയക്ക് ബോധം വീണ വിവരം അറിഞ്ഞ് വിനോദ് കപൂറും ഒപ്പം മുതിർന്ന ചീഫ് സർജനും അവളുടെ മുറിയിലേക്ക് എത്തി. സിയയുടെ ചോദ്യത്തിനു മുന്നിൽ അച്ഛനും ഡോക്ടറും കുറച്ചു നിമിഷത്തേക്ക് തികച്ചും നിശബ്ദരായി നിന്നു. ഒടുവിൽ ഡോക്ടർ വളരെ സങ്കടത്തോടെ ആ സത്യം വെളിപ്പെടുത്തി. മോളെ, ആദിത്യന്റെ ജീവൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കടുത്ത ആഘാതത്തിൽ അവന്റെ ഇരു കണ്ണുകളുടെയും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അവനിനി ഒരിക്കലും ലോകം കാണില്ല. ഈ ക്രൂരമായ സത്യം കേട്ടതും സിയ കുറച്ചു സമയത്തേക്ക് നിശ്ചലയായി പോയി. അവളുടെ കണ്ണുകളിൽ നിന്നും നിശബ്ദമായി കണ്ണീരൊഴുകി. എന്നാൽ ആ വലിയ ആഘാതത്തിലും അവൾ എടുത്ത തീരുമാനം അങ്ങേയറ്റം അതിശയകരമായിരുന്നു. അവൾ ഡോക്ടറുടെ മുറിയിലേക്ക് അച്ഛനെ മാത്രം കൂട്ടി വിളിപ്പിച്ചു. അവിടെ സിയയും വിനോദ് കപൂറും സീനിയർ സർജനും മാത്രമാണ് ഉണ്ടായിരുന്നത്. സിയ തന്റെ വേദനകളെല്ലാം ഉള്ളിലൊതുക്കി വിറക്കുന്ന എന്നാൽ ദൃഢമായ ശബ്ദത്തിൽ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, എന്റെ കണ്ണുകൾ ആദ്യത്തിന് മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ എന്റെ രണ്ട് കണ്ണുകളും അദ്ദേഹത്തിന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എന്റെ കാഴ്ച നൽകൂ. ഇത് കേട്ട വിനോദ് കപൂറിന്റെ കാലടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. അദ്ദേഹം നെഞ്ചുപൊട്ടി മകളെ തടഞ്ഞു. മോളെ സിയ, നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? നിന്റെ ജീവിതം മുഴുവൻ ഇരുട്ടിലാക്കി മറ്റൊരുത്തന് കാഴ്ച നൽകാൻ ഞാൻ സമ്മതിക്കില്ല. നീ പരിക്കുകളോടെ രക്ഷപ്പെട്ടതാണ്. ഇത്ര വലിയൊരു ഭ്രാന്ത് ഞാൻ അനുവദിക്കില്ല. എന്നാൽ സിയ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവൾ അച്ഛന്റെ കൈകൾ മുറുകെ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പപ്പ, എന്നെ മനസ്സിലാക്കണം. ആദിത്യൻ ഒരുപാട് വലിയ സ്വപ്നങ്ങളുള്ള ആളാണ്. ബിസിനസ്സും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടവനാണ്. അവന് ഈ ലോകം കാണാൻ സാധിച്ചില്ലെങ്കിൽ അവന്റെ ഉള്ളിലെ മനുഷ്യൻ തകർന്നു പോകും. അവൻ അന്ധനായി ജീവിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഞാൻ വേണമെങ്കിൽ അവന് തുണയായി ഇരുട്ടിൽ ജീവിച്ചോളാം. പക്ഷെ എനിക്ക് അവനെ ആ അവസ്ഥയിൽ കാണാൻ കഴിയില്ല പപ്പ. ദയവ് ചെയ്ത് എന്നെ തടയരുത്. ഡോക്ടർ സമീർ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. മോളെ സിയ, ഇതൊരു വളരെ വലിയ തീരുമാനമാണ്. ഇരു കണ്ണുകളും ദാനം ചെയ്താൽ നിനക്കിനി ഈ ജീവിതത്തിൽ ഒരിക്കലും കാഴ്ച തിരികെ ലഭിക്കില്ല. കൂടാതെ കുടുംബത്തിന്റെ രേഖാമൂലമുള്ള അനുവാദമില്ലാതെ ഈ ശസ്ത്രക്രിയ നടത്താൻ നിയമപരമായി ഞങ്ങൾക്ക് കഴിയില്ല. വിനോദ് കപൂർ മകളെ കെട്ടിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടി. മോളെ, നീ ഇത്ര വലിയ ത്യാഗം ചെയ്യരുത്. നീ വാശി പിടിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു കണ്ണ് മാത്രം നൽകൂ. മറ്റേ കണ്ണ് നിനക്കായി മാറ്റിവെക്കൂ. നിനക്കും വേണ്ടേ ഈ ലോകം കാണാൻ? എന്നാൽ സിയ തലയാട്ടിക്കൊണ്ട് വളരെ വൈകാരികമായി പറഞ്ഞു, ഇല്ല പപ്പ, ഞാൻ തന്നെയാണ് അവന് കണ്ണുകൾ നൽകിയതെന്ന് ആദിത്യൻ അറിഞ്ഞാൽ അവൻ ജീവിതകാലം മുഴുവൻ എന്റെ മുന്നിൽ ഒരു കടക്കാരനായി ജീവിക്കേണ്ടി വരും. അവൻ എന്നെ സ്നേഹിക്കുന്നത് അവന്റെ മനസ്സിലെ വലിയൊരു ഭാരമോ സഹതാപമോ കൊണ്ടാവരുത്. എനിക്ക് അവന്റെ സ്വതന്ത്രമായ സ്നേഹമാണ് വേണ്ടത്, അല്ലാതെ അവന്റെ ഉള്ളിലെ കടപ്പാടല്ല. അതുകൊണ്ട് ഞാൻ കണ്ണുകൾ നൽകിയെന്ന സത്യം ഒരിക്കലും ഒരു കാരണവശാലും ആദിത്യൻ അറിയരുത്. ഇതെന്റെ അവസാനത്തെ വാക്കാണ് പപ്പ. സിയയുടെ ഈ വാക്കുകൾ കേട്ട് ഡോക്ടർ സമീറും വിനോദ് കപൂറും നിശബ്ദരായി പോയി. സിയയുടെ മുഖത്ത് കടുത്ത
വല്ലാത്ത വേദനയും ഭയവും വ്യക്തമായിരുന്നുവെങ്കിലും ഭർത്താവിനോടുള്ള അവളുടെ സ്നേഹത്തിനു മുന്നിൽ ആ ഭയമെല്ലാം ഒന്നുമായിരുന്നില്ല. ഒടുവിൽ മകളുടെ ഉറച്ച തീരുമാനത്തിനു മുന്നിൽ വിനോദ് കപൂറിന് സമ്മതിക്കേണ്ടി വന്നു. ശസ്ത്രക്രിയക്കായി എല്ലാ മെഡിക്കൽ പരിശോധനകളും വേഗത്തിൽ പൂർത്തിയാക്കി. സിയയുടെ കണ്ണുകൾ ആദിത്യന്റെ കണ്ണ് മാറ്റിവെക്കാൻ ശസ്ത്രക്രിയക്ക് പൂർണ്ണമായും അനുയോജ്യമാണെന്ന് ലാബ് റിപ്പോർട്ട് വന്നു. ഡോക്ടർ അവസാനമായി ഒരിക്കൽ കൂടി അവളുടെ അരികിലെത്തി ചോദിച്ചു, മോളെ, ഇപ്പോഴും സമയമുണ്ട്, ഒന്നും കൂടി ആലോചിച്ചോളൂ. സിയ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആലോചിച്ച് ഉറപ്പിച്ച കാര്യമാണ് ഡോക്ടർ. എന്റെ കണ്ണുകൾ കൊണ്ട് എന്റെ ഭർത്താവിന്റെ ജീവിതം വീണ്ടും പ്രകാശപൂരിതമാക്കുമെങ്കിൽ എനിക്ക് അതിനേക്കാൾ വലിയ സന്തോഷം ഈ ലോകത്തിൽ വേറെ ലഭിക്കില്ല. മണിക്കൂറുകൾക്ക് നീണ്ട കഠിനവും സങ്കീർണവുമായ ഐ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. സിയക്ക് തന്റെ കാഴ്ച എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ശസ്ത്രക്രിയക്ക് ശേഷം ബോധം വന്നപ്പോഴും അവളുടെ മുഖത്ത് സങ്കടത്തിന്റെ ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല. അവൾ നഴ്സിനോട് പതുക്കെ പറഞ്ഞു, ഒന്ന് മാത്രം ഓർക്കുക, ആദിത്യൻ ഇനി കാണാൻ പോകുന്ന ലോകം എന്റെ കണ്ണുകളിലൂടെയാണെന്ന സത്യം അവൻ ഒരിക്കലും അറിയരുത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആദിത്യന് പൂർണ്ണമായി ബോധം തിരികെ വന്നു. അവന്റെ കൺപോളകൾക്ക് മുകളിൽ കട്ടിയുള്ള ബാൻഡേജുകൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. വലിഞ്ഞു മുറുകിയ ആ ബാൻഡേജിനുള്ളിൽ താൻ നേരിട്ട അപകടത്തിന്റെ ഓർമ്മകൾ മാത്രമാണ് അവനുണ്ടായിരുന്നത്. മെഡിക്കൽ സംഘം പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഡോക്ടർ സമീർ പതുക്കെ അവന്റെ കണ്ണുകളിലെ ബാൻഡേജ് ഓരോന്നായി അഴിച്ചു മാറ്റാൻ തുടങ്ങി. ദിവസങ്ങൾ നീണ്ട കഠിനമായ ഇരുട്ടിന് ശേഷം പതുക്കെ പതുക്കെ അവന്റെ കണ്ണുകളിലേക്ക് ലോകത്തിന്റെ പ്രകാശം തിരിച്ചെത്തി. കാഴ്ച തിരികെ കിട്ടിയ ആ നിമിഷത്തിൽ ആദിത്യന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവൻ മുറിയിലുണ്ടായിരുന്ന പിതാവിനെയും ഡോക്ടർമാരെയും നോക്കി ഉറക്കെ ചിരിച്ചു. എന്നാൽ സന്തോഷം അടക്കാനാവാതെ അവൻ ആദ്യമായി ചോദിച്ചത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ചായിരുന്നു. സിയ എവിടെ ഡോക്ടർ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് അവളെ കാണണം. മുൻകൂട്ടി പ്ലാൻ ചെയ്ത നാടകം അനുസരിച്ച് ഡോക്ടർ സമീർ മുഖത്ത് കടുത്ത വിഷമം വരുത്തിക്കൊണ്ട് പറഞ്ഞു, ആദിത്യ, നിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് വലിയൊരു അത്ഭുതമാണ്. പക്ഷേ അപകടത്തിന്റെ ആഘാതത്തിൽ നിന്റെ ഭാര്യ സിയയുടെ കണ്ണുകൾക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. നിർഭാഗ്യവശാൽ അവരുടെ ഇരു കണ്ണുകളുടെയും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇത് കേട്ട ആദിത്യൻ വല്ലാത്തൊരു ആഘാതത്തിൽ നിശബ്ദനായി പോയി. അവൻ സിയ കിടന്നിരുന്ന മുറിയിലേക്ക് ഓടിയെത്തി. കട്ടിലിൽ നിശ്ചലയായി കിടന്നിരുന്ന സിയയുടെ അരികിലിരുന്ന് അവൾക്ക് നേരെ കൈകൾ നീട്ടി. ആദിത്യൻ അവളുടെ തണുത്ത കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണീരോടെ പറഞ്ഞു, സിയ, എന്നോട് ക്ഷമിക്കൂ. എന്റെ അശ്രദ്ധയും മദ്യപാനവും കാരണമാണ് നമ്മൾ അപകടത്തിൽപ്പെട്ടത്. എന്റെ തെറ്റിനുള്ള ശിക്ഷയാണ് ദൈവം നിനക്ക് തന്നത്. എനിക്ക് മാപ്പ് തരൂ സിയ. സിയ തന്റെ ഭർത്താവിന്റെ പശ്ചാത്താപം നിറഞ്ഞ ശബ്ദം കേട്ട് പതുക്കെ പുഞ്ചിരിച്ചു. അവൾ അവന്റെ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് വളരെ ആശ്വാസത്തോടെ പറഞ്ഞു, വിഷമിക്കരുത് ആദിത്യ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. അത് ദൈവത്തിന്റെ വിധിയായിരിക്കാം. ഇപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ജീവൻ തിരികെ കിട്ടിയല്ലോ, നമ്മൾ ഒരുമിച്ച് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, എനിക്കതു മതി. ഇനി കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിക്കരുത്. ആ നിമിഷത്തിൽ ആദിത്യൻ അത്യധികം വൈകാരികമായിട്ടാണ് പെരുമാറിയത്. കാഴ്ചയില്ലാത്ത തന്റെ ഭാര്യയ്ക്ക് ജീവിതകാലം മുഴുവൻ ഒരു വലിയ തണലായി അവളുടെ കണ്ണുകളായി താൻ ജീവിക്കുമെന്ന് അവൻ ദൈവത്തെ സാക്ഷി നിർത്തി പ്രതിജ്ഞ ചെയ്തു. ഏതൊരു സഹായത്തിനും അവളുടെ കൂടെ താൻ ഉണ്ടാകുമെന്ന് അവൻ അവൾക്ക് ഉറപ്പു നൽകി. എന്നാൽ മനുഷ്യന്റെ ഉറച്ച വാഗ്ദാനങ്ങളും കാലത്തിന്റെ ഒഴുക്കും എപ്പോഴും ഒരേ ദിശയിലാവണമെന്നില്ലല്ലോ. ഏകദേശം 1.5 മാസത്തെ കഠിനമായ ആശുപത്രി വാസത്തിനും വിശ്രമത്തിനും ശേഷം ഇരുവരും പൂനെയിലെ തങ്ങളുടെ വലിയ ആഡംബര ബംഗ്ലാവിലേക്ക് തിരികെ എത്തി. തുടക്കത്തിലെ ഏതാനും ആഴ്ചകളിൽ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി തന്നെ മുന്നോട്ടു പോയി. ആദിത്യ സിയയുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ നോക്കി നടത്തി. വീട്ടിലെ ഓരോ മുറികളിലേക്കും അവളുടെ കൈ പിടിച്ച് കൊണ്ടുപോകാനും ഉദ്യാനത്തിൽ കൊണ്ടുപോയി ഇരുത്താനും അവളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുമെല്ലാം അവൻ സമയം കണ്ടെത്തിയിരുന്നു. എന്നാൽ ആഴ്ചകൾ കടന്നുപോയതോടെ ആദിത്യന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പതുക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവന് തന്റെ പിതാവിന്റെ വലിയ ബിസിനസ് സാമ്രാജ്യം വീണ്ടും ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ടായിരുന്നു. ദിവസവും നടക്കുന്ന വലിയ ബിസിനസ് മീറ്റിംഗുകളും VIP പാർട്ടികൾ, ബിസിനസ് യാത്രകൾ എന്നിവയെല്ലാം വീണ്ടും അവന്റെ ദിനചര്യകളുടെ ഭാഗമായി മാറി. പൂനെയിലെ വ്യവസായ ലോകത്ത് അവൻ വീണ്ടും തിരക്കുള്ള ആളായി മാറിയപ്പോൾ വീട്ടിൽ തനിച്ചിരിക്കുന്ന കാഴ്ചയില്ലാത്ത ഭാര്യ അവന്റെ മനസ്സിന് പതുക്കെ ഒരു അസ്വസ്ഥതയായി മാറുകയായിരുന്നു. ബിസിനസ് ലോകത്തേക്ക് സജീവമായി തിരിച്ചെത്തിയ ആദിത്യന് സമൂഹത്തിലെ പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങുകളിലും VIP പാർട്ടികളിലും സിയയെ കൂടെ കൂട്ടുന്നത് ഒരു വലിയ അസ്വസ്ഥതയായി തോന്നാൻ തുടങ്ങി. കാഴ്ചയില്ലാത്ത ഭാര്യയുടെ കൈകളിൽ പിടിച്ച് എപ്പോഴും നടക്കുക, ആളുകളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക, പാർട്ടിയിൽ എപ്പോഴും അവളുടെ അരികിൽ തന്നെ ശ്രദ്ധയോടെ നിൽക്കുക എന്നതെല്ലാം തന്റെ ഫ്രീഡത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണെന്ന് അവനുള്ളിൽ ചിന്തിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അവൻ സിയെ വലിയ ബംഗ്ലാവിൽ തനിച്ചാക്കി പുറത്തു പോകാൻ തുടങ്ങി. ആദ്യം ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരാൻ വൈകിയ അവൻ പിന്നീട് പലപ്പോഴും സിയയോട് ഒന്നും പറയാതെ രാത്രി മുഴുവൻ പാർട്ടികളിലും സുഹൃത്തുക്കൾക്കൊപ്പവും ചിലവഴിക്കാൻ തുടങ്ങി. എന്നാൽ വിനീതയായ സിയ ഇതൊന്നും ചോദ്യം ചെയ്ത് അവനെ ബുദ്ധിമുട്ടിച്ചില്ല. അർദ്ധരാത്രിയിൽ അവന്റെ
കാറിന്റെ ശബ്ദമോ കാലടി ശബ്ദമോ കേൾക്കുമ്പോൾ തന്നെ അവൾ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് വാതിലിനരികിലേക്ക് വരും. മുഖത്ത് സ്നേഹം നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ ചോദിക്കും, ആദിത്യ വന്നോ? കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? എന്നാൽ സിയയുടെ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി പലപ്പോഴും കടുത്ത നിശബ്ദതയോ അല്ലെങ്കിൽ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എന്നെ ശല്യപ്പെടുത്തരുത് എന്ന ആദിത്യന്റെ വെറുപ്പുള്ള വാക്കുകളോ ആയിരിക്കും. മുൻപ് മണിക്കൂറുകളോളം പരസ്പരം സംസാരിച്ചിരുന്ന ആ ദമ്പതികൾക്കിടയിൽ ഇപ്പോൾ ഒരേ വീട്ടിൽ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ജീവിച്ചിട്ടും കടുത്ത മൗനവും അപരിചിതത്വവും മാത്രം തളം കെട്ടിനിന്നു. ഈ സമയത്താണ് ആദിത്യന്റെ ജീവിതത്തിലേക്ക് റിയ മൽഹോത്ര എന്ന പെൺകുട്ടി കടന്നു വരുന്നത്. ആദിത്യന്റെ കമ്പനിയുമായി പുതിയ ബിസിനസ് കരാറുകളിൽ ഏർപ്പെട്ട ഒരു വലിയ സ്ഥാപനത്തിന്റെ പ്രതിനിധിയായിരുന്നു റിയ. തികച്ചും ആധുനിക രീതിയിൽ ചിന്തിക്കുന്ന, ഉയർന്ന ലക്ഷ്യങ്ങളുള്ള, സ്വാർത്ഥ ചിന്താഗതിക്കാരിയായ ഒരു യുവതിയായിരുന്നു അവൾ. ബിസിനസ് ആവശ്യങ്ങൾക്കായി അവൾ എപ്പോഴും ആദിത്യന്റെ കൂടെ മീറ്റിംഗുകളിലും യാത്രകളിലും പങ്കെടുത്തിരുന്നു. ആദിത്യന്റെ ഭാര്യ സിയക്ക് കാഴ്ചയില്ലെന്ന സത്യം റിയ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. ആദിത്യന്റെ മനസ്സിൽ ഭാര്യയോടുള്ള അസ്വസ്ഥതയും അവൻ അനുഭവിക്കുന്ന മാനസികമായ അകൽച്ചയും മുതലെടുക്കാൻ റിയ തീരുമാനിച്ചു. അവൾ ആദിത്യനുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും അവനൊരു പുതിയ ജീവിതത്തിന് അർഹനാണെന്ന് അവനെ നിരന്തരം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഒരു ദിവസം വൈകുന്നേരം വലിയൊരു ബിസിനസ് അത്താഴ വിരുന്നിന് ശേഷം മധ്യ ഗ്ലാസ് കയ്യിലെടുത്ത് റിയ ആദിത്യന്റെ അരികിലേക്ക് ചേർന്നു നിന്നു. അവൾ ചിരിച്ചുകൊണ്ട് വളരെ തന്ത്രപരമായി പറഞ്ഞു, ആദിത്യ, നീ ഇപ്പോഴും എത്ര ചെറുപ്പവും സുന്ദരനുമാണ്. ഈ പ്രായത്തിൽ നിന്റെ ജീവിതകാലം മുഴുവൻ കാഴ്ചയില്ലാത്ത ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ച് അവളുടെ ഭാരവും ചുമന്ന് ജീവിക്കാൻ നീ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? സന്തോഷമില്ലാത്ത ഒരു ജീവിതത്തിൽ ജീവിതം ഹോമിക്കുന്നത് മണ്ടത്തരമല്ലേ? നിനക്കിതിനേക്കാൾ എത്രയോ നല്ലൊരു ജീവിതം അർഹതപ്പെട്ടതുണ്ട്. ആ സമയത്ത് ആദിത്യൻ റിയയോട് തിരികെ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ ആ വിഷം കലർന്ന വാക്കുകൾ അവന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ ആഴത്തിൽ പതിക്കുകയായിരുന്നു. റിയ പറഞ്ഞതാണ് ശരിയെന്നും സിയ തന്റെ ജീവിതത്തിലെ വലിയൊരു ഭാരമാണെന്നും അവൻ വിശ്വസിക്കാൻ തുടങ്ങി. സിയയോടുള്ള അവന്റെ അവഗണനയും ദേഷ്യവും ദിവസങ്ങൾ കഴിയുന്തോറും ഇരട്ടിച്ചു. വീട്ടിൽ തിരിച്ചെത്തുമ്പോഴെല്ലാം അവൻ സിയയുടെ മുഖത്തേക്ക് നോക്കുന്നത് പോലും ഒഴിവാക്കി. സിയ പലപ്പോഴും അവന്റെ കാലടി ശബ്ദം തിരിച്ചറിഞ്ഞ് പതുക്കെ ചോദിക്കും, ആദിത്യ, ഇന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചൂടെ? എന്നാൽ ആദിത്യൻ അവൾക്ക് നേരെ നോക്കുക പോലും ചെയ്യാതെ പറയും, എനിക്കൊരുപാട് ജോലിയുണ്ട്, കടുത്ത തലവേദനയാണ്, എന്നെ വെറുതെ ശല്യപ്പെടുത്താതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. സിയ ഓരോ തവണയും നിശബ്ദയായി തന്റെ മുറിയിലേക്ക് മടങ്ങി. തന്റെ ഭർത്താവ് തന്നിൽ നിന്നും ഒരുപാട് ദൂരേക്ക് അകന്നു പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. എങ്കിലും ബിസിനസ്സിലെ കടുത്ത മാനസിക സമ്മർദ്ദം കൊണ്ടായിരിക്കും അവനിങ്ങനെ പെരുമാറുന്നതെന്ന് കരുതി അവൾ സ്വന്തം വേദനകളെല്ലാം ഉള്ളിലൊതുക്കി അവനെ സ്നേഹത്തോടെ കാത്തിരുന്നു. ഭർത്താവിന്റെ മനസ്സിൽ വരുന്ന മാറ്റങ്ങൾ സിയ തികച്ചും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. എങ്കിലും ബിസിനസ്സിലെ കടുത്ത സമ്മർദ്ദം കാരണമായിരിക്കും അവനിങ്ങനെ പെരുമാറുന്നതെന്ന് കരുതി അവൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. അവൾ ഒരക്ഷരം പോലും അവനോട് പരാതി പറഞ്ഞില്ല. തന്റെ സ്നേഹത്തിലും ക്ഷമയിലും അവൾക്ക് അത്രയധികം വിശ്വാസമുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം നല്ല തണുത്ത കാറ്റുള്ള സമയത്ത് സിയ പതുക്കെ ആദിത്യന്റെ അരികിലേക്ക് നടന്നു ചെന്നു. അവൾ വളരെ ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു, ആദിത്യ, നമ്മൾ ഒരുമിച്ച് സംസാരിച്ചിട്ട് ഒരുപാട് നാളുകളായി. ഇന്നെന്തോ എനിക്ക് പുറത്തെ നല്ല തണുത്ത കാറ്റേറ്റ് ഇരിക്കാൻ വലിയ കൊതിയാകുന്നു. നിനക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം വീടിന്റെ ടെറസിൽ പോയി ഇരുന്നൂടെ? എനിക്കൊന്നും കാണാൻ കഴിയില്ലായിരിക്കും, പക്ഷെ നിന്റെ കൂടെ ഇരുന്ന് ആ കാറ്റ് കേൾക്കുമ്പോൾ നീ നിന്റെ സ്നേഹം നിറഞ്ഞ വാക്കുകളിലൂടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിന്റെ ഭംഗിയെക്കുറിച്ച് പറഞ്ഞു തന്നാൽ മതി. ഞാൻ അതൊക്കെ എന്റെ മനസ്സുകൊണ്ട് കണ്ടോളാം. സിയയുടെ ഈ തികച്ചും ലളിതമായ ആഗ്രഹം കേട്ടതും ആദിത്യന്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അവന്റെ ഉള്ളിലെ അഹങ്കാരവും റിയയുടെ വാക്കുകൾ ഉണ്ടാക്കിയ വിഷവും പുറത്തു വന്നു. അവൻ കടുത്ത ദേഷ്യത്തോടെ അവൾക്ക് നേരെ ബഹളം വെക്കാൻ തുടങ്ങി. സിയ, നിനക്കെന്താണ് ഒരിക്കലും കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്? എല്ലാ കാര്യത്തിനും എന്തിനാണ് നീ എന്നെ തന്നെ ശല്യം ചെയ്തുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് എപ്പോഴും നിന്റെ കൈ പിടിച്ചു നടക്കാൻ സമയമില്ല. എനിക്കും എന്റേതായ ഓരോ തിരക്കുകളുണ്ട്. എന്റെ അമൂല്യമായ സമയം നിനക്കായി മാത്രം മാറ്റിവെക്കാൻ എനിക്ക് കഴിയില്ല. ആ അപ്രതീക്ഷിതമായ അലർച്ച കേട്ട് സിയ ഞെട്ടിപ്പോയി. അവളുടെ ഹൃദയം തകർന്നു പോയി. അവൾ വിറക്കുന്ന ശബ്ദത്തിൽ വളരെ പതുക്കെ ചോദിച്ചു, ആദിത്യ, ഞാൻ നിന്റെ അല്പം സമയം മാത്രമല്ലേ ചോദിച്ചുള്ളൂ? ഞാൻ നിനക്കിപ്പോൾ ഒരു വലിയ ഭാരമായി മാറിയോ? എന്നാൽ ആദിത്യൻ അവളുടെ ആ വേദന നിറഞ്ഞ ചോദ്യത്തിന് മറുപടി നൽകാൻ നിൽക്കാതെ മുറിയിലെ വാതിൽ ശക്തിയായി അടിച്ചു തുറന്ന് പുറത്തേക്ക് പോയി. ആ വാതിലടഞ്ഞ ശബ്ദം വലിയൊരു ആഘാതത്തോടെ സിയയുടെ ഉള്ളിൽ വന്ന് പതിച്ചു. ആദ്യമായി അവൾ ആ സത്യം തികച്ചും തിരിച്ചറിഞ്ഞു. തങ്ങളുടെ പവിത്രമായ ബന്ധത്തിൽ നികത്താനാവാത്ത വലിയൊരു വിള്ളൽ വീണ് കഴിഞ്ഞിരിക്കുന്നു എന്ന്. അന്ന് രാത്രി സിയക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആദിത്യന്റെ കടുത്ത വാക്കുകൾ അവളുടെ മനസ്സിൽ വീണ്ടും
വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. തനിക്കൊരു ചെറിയ ആപത്ത് വന്നാൽ പോലും വലിയ വിഷമത്തോടെ ഓടിയെത്തിയിരുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഇപ്പോൾ തന്റെ ശബ്ദം പോലും കേൾക്കാൻ താല്പര്യമില്ലെന്ന സത്യം അവളെ പാടെ തകർത്ത് കളഞ്ഞു. എങ്കിലും രാവിലെ ആയതോടെ അവൻ ശാന്തനാകുമെന്ന പ്രതീക്ഷയിൽ അവൾ രാവിലെ അവൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണമെല്ലാം സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി വെച്ചു. രാവിലെ ആദിത്യൻ റൂമിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ അവൾ തന്റെ കരച്ചിൽ മറച്ചുവെച്ച് മുഖത്ത് കൃത്രിമമായ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു, ആദിത്യ, ഇന്നലത്തെ കാര്യങ്ങളൊക്കെ വിട്ടേക്ക്. എനിക്ക് നിന്നോട് യാതൊരു പരാതിയുമില്ല. വന്ന് ആഹാരം കഴിക്ക്. എന്നാൽ ആദിത്യൻ അവൾക്ക് നേരെ തിരിഞ്ഞു പോലും നോക്കാതെ തണുത്ത മട്ടിൽ പറഞ്ഞു, എനിക്ക് ഓഫീസിൽ അടിയന്തര മീറ്റിംഗ് ഉണ്ട്. സമയം വൈകുന്നു. ഞാൻ പോവുകയാണ്. ആ വാതിലടിയുന്ന ശബ്ദത്തോടൊപ്പം സിയയുടെ മുഖത്തെ അവസാന പുഞ്ചിരിയും എന്നേക്കുമായി മാഞ്ഞുപോയി. മറുഭാഗത്ത് റിയയുടെ സാന്നിധ്യം ആദിത്യനിൽ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരുന്നു. എന്തിനാണ് ജീവിതകാലം മുഴുവൻ സന്തോഷമില്ലാത്ത ഈ അന്ധമായ ബന്ധം പേറി നടക്കുന്നത് എന്ന് റിയ അവനെ നിരന്തരം ഓർമ്മിച്ചുകൊണ്ടിരുന്നു. ഇതിന്റെ ദാരുണമായ ആഘാതം 2 ദിവസത്തിനു ശേഷം വീണ്ടും വീട്ടിൽ പ്രകടമായി. അന്ന് വീട്ടിലെത്തിയ ആദിത്യൻ യാതൊരു ഭയവുമില്ലാതെ സിയയോട് കടുപ്പത്തിൽ പറഞ്ഞു, സിയ, നീ കുറച്ചു ദിവസത്തേക്ക് നിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് മാറി നിൽക്കണം. എനിക്ക് കുറച്ചു ദിവസം തനിച്ചും സ്വതന്ത്രമായും ജീവിക്കണം. സിയ കാര്യങ്ങൾ ശാന്തമാക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ആദിത്യൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ഒടുവിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ സിയ തന്റെ പിതാവായ വിനോദ് കപൂറിനെ ഫോണിൽ വിളിച്ചു. ഫോൺ എടുത്ത ഉടൻ അവൾ തന്റെ സങ്കടം ഉള്ളിലൊതുക്കി പറഞ്ഞു, പപ്പ, സമയമുണ്ടെങ്കിൽ എന്നെ വന്ന് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുമോ? മകളുടെ വിറക്കുന്ന ശബ്ദത്തിൽ നിന്നും എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് വിനോദ് കപൂർ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ വണ്ടിയെടുത്ത് അവിടെ എത്തി സിയയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. യാത്രയിലുടനീളം അച്ഛൻ പലതവണ കാര്യം തിരക്കിയെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചെറിയ സൗന്ദര്യ പ്രശ്നങ്ങൾ മാത്രമാണ് പപ്പ. അവനുടൻ എന്നെ തിരികെ വിളിക്കും എന്ന് പറഞ്ഞ് സിയ അച്ഛനെ ആശ്വസിപ്പിച്ചു. എന്നാൽ മകൾ കരച്ചിലൊതുക്കാൻ നുണ പറയുകയാണെന്ന് ആ പിതാവിന് നന്നായി അറിയാം. സിയ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി ഒരാഴ്ച കഴിഞ്ഞിട്ടും ആദിത്യൻ അവളെ ഒരിക്കൽ പോലും ഫോണിൽ വിളിക്കുകയോ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തില്ല. അവളുടെ കാത്തിരിപ്പും പ്രതീക്ഷകളും ഓരോ നിമിഷവും കരിഞ്ഞുണങ്ങുകയായിരുന്നു. ഒടുവിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ ഒരു വൈകുന്നേരം സിയ തന്നെ ആദിത്യന്റെ ഫോണിലേക്ക് വിളിച്ചു. മറുതലക്കൽ ഫോൺ എടുത്തതും സിയ വിറക്കുന്ന ശബ്ദത്തിൽ പതുക്കെ ചോദിച്ചു, ആദിത്യ, നിന്റെ ദേഷ്യമൊക്കെ മാറിയില്ലേ? ഞാൻ എപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് തിരികെ വരേണ്ടത്? എന്നാൽ മറുഭാഗത്ത് കടുത്ത ഭയപ്പെടുത്തുന്ന നിശബ്ദതയായിരുന്നു. അതിനുശേഷം ആദിത്യന്റെ ക്രൂരമായ വാക്കുകൾ കേട്ടു, സിയ, നീ ഇനി ഈ വീട്ടിലേക്ക് തിരികെ വരേണ്ടതില്ല. ഞാൻ നമ്മുടെ ബന്ധത്തെക്കുറിച്ച് അന്തിമമായി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇത് കേട്ട് സിയയുടെ നെഞ്ച് പടപട ഇടിക്കാൻ തുടങ്ങി. അവൾ വിറയലോടെ ചോദിച്ചു, ആദിത്യ, നീ എന്താണ് ഈ പറയുന്നത്? ആദിത്യൻ യാതൊരു ഭയവുമില്ലാതെ പറഞ്ഞു, ഞാൻ നമുക്കുള്ള വിവാഹമോചന പത്രങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. നാളെ രാവിലെ ഞാൻ തന്നെ നിന്റെ വീട്ടിൽ നേരിട്ട് വരുന്നുണ്ട്. ആ പേപ്പറിൽ ഒപ്പിട്ട് തരിക. അതോടെ നമ്മുടെ ബന്ധം എന്നേക്കുമായി അവസാനിക്കും. ഇത് കേട്ട മാത്രയിൽ സിയയുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ തറയിലേക്ക് വീണു ചിതറി. അവളുടെ കണ്ണുകൾക്ക് നേരത്തെ തന്നെ കാഴ്ചയില്ലായിരുന്നു. എന്നാൽ ആ നിമിഷത്തിൽ അവളുടെ ജീവിതം മുഴുവൻ കടുത്ത ഇരുട്ടിൽ പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ഫോൺ തറയിൽ വീഴുന്ന ശബ്ദം കേട്ട് വിനോദ് കപൂർ പരിഭ്രാന്തിയോടെ മുറിയിലേക്ക് ഓടിയെത്തി. വിറച്ചു കരയുന്ന മകളെ ചേർത്ത് പിടിച്ച് അദ്ദേഹം ചോദിച്ചു, മോളെ സിയ, എന്താണ് സംഭവിച്ചത്? ആദിത്യൻ എന്താണ് പറഞ്ഞത്? സിയക്ക് കുറച്ചു നേരം വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ഒടുവിൽ അച്ഛന്റെ മാറിലേക്ക് ചെരിഞ്ഞ് വിങ്ങി പൊട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു, പപ്പ, അവൻ നാളെ ഡിവോഴ്സ് പേപ്പറുമായി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കേട്ട വിനോദ് കപൂറിന്റെ മുഖത്തെ ചോരയൊറ്റിപ്പോയി. അത്രയും നാൾ ഉള്ളിലൊതുക്കിയ സങ്കടത്തോടെ അദ്ദേഹം പറഞ്ഞു, മോളെ സിയ, അന്ന് ആശുപത്രിയിൽ വെച്ച് ഞാൻ നിന്നോട് യാചിച്ചതല്ലേ, കുറഞ്ഞത് ഒരു കണ്ണെങ്കിലും നിനക്കായി മാറ്റിവെക്കാൻ. അന്ന് നീ എന്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ ഇന്ന് അവൻ കാണുന്ന ലോകം നിന്റെ കണ്ണുകളിലൂടെയാണെന്ന സത്യം അവൻ അറിയുമായിരുന്നു. ഈ ദാരുണമായ ദിനം കാണാൻ ഇടവരില്ലായിരുന്നു. സിയ അച്ഛന്റെ കൈകളിൽ മുറുകെ പിടിച്ച് അലറിക്കരഞ്ഞു, പപ്പ, അവൻ എന്നെ സ്വീകരിക്കേണ്ടിയിരുന്നത് എന്റെ സ്നേഹത്തിന്റെ പേരിലായിരുന്നു, അല്ലാതെ ഞാൻ ചെയ്ത ത്യാഗത്തിന്റെ പേരിലുള്ള സഹതാപത്തിന്റെയോ കടപ്പാടിന്റെയോ പേരിലാവരുത്. സിയയുടെ ആ വാക്ക് കഴിഞ്ഞുള്ള കരച്ചിൽ ആ മുറിയിൽ സങ്കടക്കടൽ തീർത്തു. അടുത്ത ദിവസം രാവിലെ ആദിത്യൻ തയ്യാറാക്കിയ വിവാഹമോചന പത്രങ്ങളുമായി സിയയുടെ വീട്ടുപടിക്കൽ എത്തിച്ചേർന്നു. എന്നാൽ വീടിന്റെ പ്രധാന വാതിലിന് മുന്നിൽ എത്തിയപ്പോൾ അകത്തുനിന്നും സിയയുടെയും അവളുടെ അച്ഛൻ വിനോദ് കപൂറിന്റെയും നെഞ്ചുപൊട്ടിയുള്ള സംഭാഷണവും കരച്ചിലും അവൻ കേൾക്കാനിടയായി. വിനോദ് കപൂർ മകളുടെ തലയിൽ തടവിക്കൊണ്ട് സങ്കടത്തോടെ പറയുന്നുണ്ടായിരുന്നു, മോളെ സിയ, നിന്റെ ആദിത്യനു വേണ്ടി സ്വന്തം ഇരു കണ്ണുകളും ദാനം ചെയ്ത് നിന്റെ ലോകം മുഴുവൻ ഇരുട്ടിലാക്കിയ നിനക്ക് അവൻ തന്ന സമ്മാനം കണ്ടോ? ആരും ചെയ്യാത്ത ഇത്ര വലിയൊരു ത്യാഗം ചെയ്തിട്ടും നിന്റെ സ്നേഹത്തിന് അവൻ തന്ന വില ഇതാണോ? ഇത് കേട്ട് സിയ വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു, പപ്പ, എനിക്കെന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിൽ ഒട്ടും വിഷമമില്ല. എനിക്ക് അവൻ കാണുന്ന ലോകം കണ്ടാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ചെയ്ത ത്യാഗം പറഞ്ഞു
പറഞ്ഞുകൊണ്ട് അവൻ എന്നെ സ്വീകരിക്കേണ്ടതില്ലായിരുന്നു. എനിക്ക് അവന്റെ സഹതാപമല്ല, പകരം ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കണ്ണുകൾ നൽകിയ കാര്യം അവനിൽ നിന്നും മറച്ചുവെക്കാൻ നിങ്ങളോട് യാചിച്ചത്. അടച്ചിട്ട വാതിലിനു പുറത്തുനിന്ന ആദിത്യന്റെ കാതുകളിൽ ഈ ഓരോ വാക്കും കൂർത്ത വെടിയുണ്ടകൾ പോലെയാണ് വന്നു പതിച്ചത്. തനിക്ക് തിരികെ ലഭിച്ച കാഴ്ച ഏതെങ്കിലും മെഡിക്കൽ അത്ഭുതത്തിന്റെ ഫലമല്ല, മറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സമാനതകളില്ലാത്ത ത്യാഗത്തിന്റെ ഫലമാണെന്നും താൻ ഇന്ന് ലോകം കാണുന്നത് അവളുടെ കണ്ണുകളിലൂടെയാണെന്നുള്ള ക്രൂരമായ ആ സത്യം അവൻ തിരിച്ചറിയുകയായിരുന്നു. ആ നിമിഷത്തിൽ അവൻ അനുഭവിച്ച മാനസിക ആഘാതവും കുറ്റബോധവും വിവരിക്കാനാവാത്തതായിരുന്നു. അവൻ താൻ ജീവനോടെ മരിച്ചതുപോലെ തളർന്നുപോയി. അവന്റെ കയ്യിലിരുന്ന വിവാഹമോചന പത്രങ്ങൾ വിറക്കാൻ തുടങ്ങി. തന്റെ ഭാര്യയുടെ പവിത്രമായ സ്നേഹത്തെയും ഹൃദയത്തെയുമാണ് താൻ ഒരു ഭാരമായി കണ്ടതെന്നോർത്തപ്പോൾ അവന് സ്വയം അറപ്പ് തോന്നി. ആ കടുത്ത കുറ്റബോധത്തിൽ അവൻ തന്റെ കയ്യിലിരുന്ന വിവാഹമോചന പത്രങ്ങൾ കഷ്ണങ്ങളാക്കി കീറിയെറിഞ്ഞു. അതോടൊപ്പം അവന്റെ ഉള്ളിലെ എല്ലാവിധ അഹങ്കാരവും റിയ ഉണ്ടാക്കി വെച്ച അന്ധതയും തകർന്ന് തരിപ്പണമായി. പേപ്പറുകൾ കീറുന്ന ശബ്ദം കേട്ട് വിനോദ് കപൂർ വാതിൽ തുറന്നപ്പോൾ തല താഴ്ത്തി വിങ്ങിപ്പൊട്ടുന്ന ആദിത്യനെയാണ് കണ്ടത്. ആദിത്യൻ ഒരു നിമിഷം പോലും വൈകാതെ വിനോദ് കപൂറിന്റെ കാലുകളിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അച്ഛാ, എന്നോട് ക്ഷമിക്കൂ. ഞാനൊരു മനുഷ്യനെന്ന് വിളിക്കപ്പെടാൻ പോലും അർഹനല്ല. ഞാനൊരു രാക്ഷസനായി പോയി. സിയയുടെ സ്നേഹത്തെയും അവളുടെ വലിയ മനസ്സിനെയുമാണ് ഞാൻ ചവിട്ടിമെതിച്ചത്. വിനോദ് കപൂറിന്റെ കാലുകളിൽ വീണ് കരഞ്ഞ ശേഷം ആദിത്യൻ വിറക്കുന്ന ശരീരത്തോടെ സിയയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. സിയക്ക് അവന്റെ സങ്കടം നിറഞ്ഞ ശബ്ദം മാത്രമേ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അവൾ പതുക്കെ ചോദിച്ചു, ആദിത്യ, എന്താണ് സംഭവിച്ചത്? നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ആദിത്യൻ അവളുടെ രണ്ട് കൈകളും സ്വന്തം കൈകളിൽ ചേർത്തു പിടിച്ച് കണ്ണീരണിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, സിയ, എനിക്ക് എല്ലാ സത്യവും മനസ്സിലായി. നീ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിന്റെ ആഴം ഞാൻ അറിഞ്ഞു. എന്റെ വെളിച്ചത്തിന് വേണ്ടി നിന്റെ ലോകം നീ ഇരുട്ടിലാക്കി. എന്നിട്ടും ഞാൻ നിന്നെ ഒരു ഭാരമായി കണ്ടു. എന്നോട് ക്ഷമിക്കൂ സിയ. എന്നെ തള്ളിക്കളഞ്ഞാലും എനിക്ക് പരാതിയില്ല. പക്ഷേ തെറ്റുകാരനായ എനിക്ക് ഒരു അവസരം കൂടി തരൂ. സിയ ശാന്തയായി അവന്റെ കൈകളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവളുടെ മുഖത്ത് ദേഷ്യമല്ലായിരുന്നു. അവൾ അവനെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കാഴ്ച പോയതിൽ എനിക്ക് വിഷമമില്ലായിരുന്നു ആദിത്യ. പക്ഷെ നീ എന്നെ ഉപേക്ഷിക്കാൻ തുനിഞ്ഞപ്പോഴാണ് ഞാൻ തകർന്നു പോയത്. ഇപ്പോൾ നിന്റെ ഉള്ളിലെ പശ്ചാത്താപം ഞാൻ തിരിച്ചറിയുന്നു. സിയ അവന് പൂർണ്ണ മനസ്സോടെ മാപ്പ് നൽകി. ആദിത്യൻ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി അവളെ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ആദിത്യൻ പൂർണ്ണമായി മാറിപ്പോയിരുന്നു. അവൻ സിയയുടെ കണ്ണുകളായി മാറി. ഓരോ പൂവിന്റെ ഭംഗിയും ആകാശത്തിലെ വർണ്ണങ്ങളും അവൻ വാക്കുകളിലൂടെ അവൾക്ക് കാട്ടിക്കൊടുത്തു. റിയ ഉൾപ്പെടെയുള്ള എല്ലാ തെറ്റായ സൗഹൃദങ്ങളിൽ നിന്നും അവൻ പൂർണ്ണമായി അകന്നു. ആളുകൾ അവനിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു, എനിക്കെന്റെ യഥാർത്ഥ കണ്ണുകൾ തിരിച്ചു കിട്ടിയതാണ്. മുൻപ് കാഴ്ചയുണ്ടായിട്ടും ഞാൻ അന്ധനായിരുന്നു. എന്നാൽ ഇന്ന് എന്റെ ഭാര്യ എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റി. സിയയുടെ വറ്റാത്ത സ്നേഹവും ത്യാഗവും അങ്ങനെ ആ ദാമ്പത്യത്തെ എന്നേക്കുമായി സംരക്ഷിച്ചു.